നമ്മൾ പലപ്പോഴും ഈ ചൈനക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ചൈനക്കാരുടെ കണ്ടുപിടുത്തം അവരുടെ രീതികൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ബുദ്ധി ഒന്ന് വേറെ തന്നെയാണെന്ന് പലപ്പോഴും പറയാറുണ്ടല്ലേ. ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. അതായത് ഈ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോൺ ഉപയോഗിച്ച് മനുഷ്യരെ രക്ഷിച്ച ഒരു കഥയിലേക്കാണ് കേട്ടോ. വെള്ളപ്പൊക്കത്തിൽ വീടിന് മുകളിൽ കുടുങ്ങിയ ആളെ രക്ഷിക്കാൻ വഴികളൊന്നും തെളിഞ്ഞിരുന്നില്ല. ബോട്ടുമായി രക്ഷാപ്രവർത്തകർക്ക് എത്താനുമാകുന്നില്ല. എന്ത് ചെയ്യും? അപ്പോൾ സ്വന്തം അയൽവാസിയെ രക്ഷിക്കാൻ വേറിട്ടൊരു ബുദ്ധി ഉപയോഗിക്കുകയായിരുന്നു ഒരു കർഷകൻ. ദേവിക രുക്മിയാണ് നമ്മുടെ കൂടെയുള്ളത്. ദേവിക, വലിയ പാടായിരുന്നു അല്ലേ ആ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്? അതിനിടയിലാണ് ഇങ്ങനെ ഒരു ബുദ്ധി വരുന്നത്. കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണാണ്. ഇതെങ്ങനെ സാധിച്ചു? അതെ, ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നൊരു കാര്യം ഈ ദൃശ്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുന്നത്. തെക്കൻ ചൈനയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ ഗുവാങ്സി പ്രവിശ്യയിലാണ് കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായി. അപ്പോൾ ഒരു യുവാവ് വീടിന്റെ മുകളിലേക്ക് കയറുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ വീടിൻ്റെ മുകളിലേക്ക് കയറി മുകളിലത്തെ നിലയിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയി. വീടിന് ചുറ്റും വെള്ളമായി. അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്നു, ബോട്ടുകളും അതുപോലെ തന്നെ നിരവധി ഉപകരണങ്ങളുമായി എത്തുമ്പോഴും ഈ യുവാവിനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അതായത് കെട്ടിടത്തിന് മുകളിലാണ് യുവാവ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടുകൾക്ക് പോലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് യുവാവിൻ്റെ അയൽവാസിയായ ലായി എന്ന ചെറുപ്പക്കാരൻ ഒരാശയം മുന്നോട്ട് വെക്കുന്നത്. അതായത് തൻ്റെ ഡ്രോൺ ഉപയോഗിച്ച് ഈ യുവാവിനെ രക്ഷിക്കാം എന്ന് പറയുന്നു. പക്ഷേ അത് ഇവർക്കൊരാശയക്കുഴപ്പമുണ്ടായി. എങ്ങനെയാണ് ഈ ഡ്രോൺ ഉപയോഗിച്ച് രക്ഷിക്കാൻ സാധിക്കുന്നത്? അപ്പോഴാണ് ലായി പറയുന്നത്, ഇതൊരു സാധാരണ ഡ്രോൺ അല്ല, കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഡ്രോണാണ്. ഏകദേശം 100 കിലോഗ്രാം വരെ ഭാരം ഈ ഡ്രോണിന് ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഈ യുവാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഇവർ സജ്ജീകരിക്കുകയാണ്. ഒരു കയർ കെട്ടുന്നു, പിന്നീട് മണൽ ചാക്ക് കൊണ്ട് ഇതൊരു സീറ്റ് പോലെ ഉണ്ടാക്കുന്നു, ഒരു സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കുന്നു. അങ്ങനെ അവിടേക്ക് ഈ ഫോൺ വഴി യുവാവിനോട് സംസാരിക്കുകയും ഈ ഡ്രോൺ അവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ യുവാവ് അതിൽ കയറിയിരിക്കുകയും സുരക്ഷിതമായി തന്നെ ഒരു സ്ഥലത്തേക്ക് യുവാവിനെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഡ്രോൺ ഉപയോഗിച്ച് ഇപ്പോഴും പല ആളുകൾക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ലായി അവിടെ എടുത്തു പറയുന്നുണ്ട്, ഈ ഒരു കാര്യം ചൈനയിൽ പോലും നിയമവിരുദ്ധമാണ്. ഡ്രോണുകൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു അടിയന്തര ഘട്ടത്തിൽ ആ ഒരു മനസാന്നിധ്യം പെട്ടെന്നൊരു ഐഡിയ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് യുവാവിൻ്റെ ഒരു ജീവൻ അവിടെ രക്ഷിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒരിക്കലും ഇനി അനുകരിക്കരുത് എന്നൊരു കാര്യം കൂടെ ലായി മുന്നോട്ട് വെക്കുന്നുണ്ട്. ശരി ദേവിക, എന്തായാലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിനിടയിലാണ് ഇങ്ങനെ ഒരു ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്നത്. എന്തായാലും ആ മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ് പ്രധാനം.